കഴിഞ്ഞ ദിവസമാണ് ഇലോൺ മസ്ക് സാമൂഹിക മാധ്യമമായ എക്സിലെ പ്രീമിയം പ്ലസ് ഉപയോക്താക്കൾക്കായി ഗ്രോക്ക് 3 AI ചാറ്റ്ബോട്ട് പുറത്തിറക്കിയത്. ഇതിന് പിന്നാലെ AI ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുവെന്നും മസ്ക് അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ വാർത്തയായിരിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഇലോൺ മസ്കിന്റെ AI ചാറ്റ്ബോട്ടായ ഗ്രോക്ക് 3 അദ്ദേഹത്തെ യുഎസിന് ഏറ്റവും അപകടകാരികളിൽ ഒരാളായി വിശേഷിപ്പിച്ചിരിക്കുകയാണ്. യുഎസിന് അപകടകാരികളുടെ പട്ടികയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്നിവരും ഇടം പിടിച്ചിട്ടുണ്ട്. നിലവിൽ യുഎസിന് ഏറ്റവും അപകടകരമായ കാര്യങ്ങൾ ചെയ്യുന്ന 3 വ്യക്തികളുടെ പേരാണ് ഒരു ഉപയോക്താവ് ചോദിച്ചത്. ഇതിനാണ് ഗ്രോക്ക് 3 ഈ 3 പേരുടെ പേരുകൾ പങ്കുവച്ചത്. ലോകം ഇന്നുവരെ കാണാതെന്ന ടാഗ് ലൈനുമായാണ് മസ്ക് AI പുറത്തിറക്കിയത്. ഇത് വെറുമൊരു AI മോഡലല്ലെന്നായിരുന്നു മസ്ക് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തത്. ഓരോരുത്തരുടെയും ജീനിയസ് ഫ്രണ്ടായും ഹോംവർക്ക് ചെയ്യാനും അതിവേഗതയിൽ ഉത്തരങ്ങൾ നൽകാനും ടെക്സ്റ്റിൽ നിന്ന് വീഡിയോ ഉണ്ടാക്കാനും ഈ AI മോഡലിലൂടെ സാധിക്കുമെന്നും മസ്ക് അറിയിച്ചിരുന്നു. തുടക്കത്തിൽ എക്സ് പ്രീമിയം പ്ലസ് യൂസേഴ്സിനാണ് ഇത് ലഭ്യമായത്. നിലവിലുള്ള ഗ്രോക്ക് 2 വേർഷനിൽ നിന്നും വലിയ മാറ്റമാണ് ഇതിലുള്ളത്. ഉയർന്ന റീസണിംഗ് സ്കില്ലും പ്രോബ്ലം സോൾവിംഗ് കപ്പാസിറ്റിയും കൃത്യതയും ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. എക്സ് പ്ലസിനൊപ്പം സൂപ്പർ ഗ്രോക്ക് എന്ന ഒരു സൂപ്പർ പ്ലാൻ കൂടി കമ്പനി അവതരിപ്പിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് യുഎസിന് അപകടകാരികളായ 3 പേരുടെ പേര് ചോദിച്ചപ്പോൾ ട്രംപിന്റെയും ഇലോൺ മസ്കിന്റെയും പേര് AI ഉത്തരമായി നൽകിയത്. ഇലോൺ മസ്കിന്റെ AI കമ്പനിയായ XAI തന്നെയാണ് 3ാം തലമുറ ഭാഷാ മാതൃകയായ ഗ്രോക്ക് 3 അവതരിപ്പിച്ചത്. ChatGPT, ജെമിനി തുടങ്ങിയ AI ചാറ്റ്ബോട്ടുകളെ എല്ലാം കടത്തിവെട്ടുന്ന സവിശേഷതകളുമായിട്ടാണ് ഗ്രോക്ക് 3 എത്തിയത്. XAI X എന്നിവയുടെ ഉടമയും ട്രംപുമായി വളരെ അടുത്ത ബന്ധമുള്ള മസ്ക് US സർക്കാരിന്റെ കാര്യക്ഷമതാ വകുപ്പിന്റെ തലവനാണ് എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ മസ്കിന്റെ പേര് വന്നത് ഉപയോക്താക്കളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ചിലർ ഇതൊരു പിഴവാണെന്ന് വാദിച്ചെങ്കിലും വ്യത്യസ്ത ഉപയോക്താക്കളിൽ നിന്നുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് സമാനമായ ഉത്തരങ്ങളാണ് നൽകിയത്. ഇതിന് പിന്നാലെ മസ്കിനെ വിമർശിച്ച് കുറെ പേർ രംഗത്തെത്തുകയും ചെയ്തു. ഫെബ്രുവരി 22-ന് ഇതേ ഉത്തരം നൽകിയെങ്കിലും ഫെബ്രുവരി 23-ന് ഉത്തരങ്ങളിൽ മാറ്റം വന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുൽ അലി ഖമേനി എന്നിവരുടെ പേരാണ് നിലവിൽ ലഭ്യമാകുന്നത്. യുഎസിന് ഹാനികരമായ അമേരിക്കക്കാരുടെ പേര് ചോദിക്കുമ്പോൾ നിലവിൽ ട്രംപ്, മുൻ ഫോക്സ് ന്യൂസ് ആങ്കർ ടോക്കർ കാൾസൺ, സുപ്രീം കോടതി ജഡ്ജി ക്ലാരൻസ് തോമസ് എന്നിവരുടെ പേരുകൾ ഗ്രോക്ക് 3 നൽകുന്നുവെന്നതും ശ്രദ്ധേയമാണ്. ട്രംപിനെ കുറിച്ച് ഗ്രോക്ക് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഡൊണാൾഡ് ട്രംപ് 2020-ലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചുവെന്നും ജനുവരി 6-ലെ ക്യാപിറ്റോൾ കലാപത്തിന് പ്രേരണ നൽകിയെന്നും ഗ്രോക്ക് വിശദീകരിക്കുന്നു. കൂടാതെ ജനാധിപത്യ സ്ഥാപനങ്ങളെ ഗണ്യമായി ദുർബലപ്പെടുത്താൻ അദ്ദേഹം മുൻകൈയെടുത്തുവെന്നും AI പറയുന്നു. അതേസമയം AI ഉത്തരങ്ങൾ മാറ്റി നൽകുന്നതിനെ ഒരു വിഭാഗം ആളുകൾ എതിർക്കുന്നുണ്ട്. മസ്ക് അവകാശപ്പെട്ടതുപോലെ ഗ്രോക്ക് 3 യഥാർത്ഥത്തിൽ തത്സമയ ഡാറ്റയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ഉത്തരങ്ങൾ മാറുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. AIയുടെ ഏറ്റക്കുറിച്ചിലുകൾ ഒരു പരിധിവരെ മാനുവൽ ഇടപെടലിന്റെയോ അൽഗോരിതം റീവെയ്റ്റിംഗിന്റെയോ സൂചന നൽകുന്നുവെന്നും വിമർശകർ പറയുന്നു.